പത്രമാറ്റിലെ നവ്യ എന്ന ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്ന നടിയാണ് അനുഷ. പത്രമാറ്റിലെ നവ്യയ്ക്ക് സീരിയലിൽ സ്ക്രീൻ സ്പേസ് കുറഞ്ഞു പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. പക്ഷേ നല്ല കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നവ്യ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് അനുഷ അരവിന്ദാക്ഷൻ എന്ന നടിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തോട് ഇഷ്ടവും മോഹവും ഉണ്ടായിരുന്നു നടിക്ക്. സ്കൂൾ കോളേജ് പഠിക്കുന്ന സമയത്ത് കലാമേഖലകളിൽ എല്ലാം ആക്റ്റീവായിരുന്നു താരം. പിന്നീട് അച്ഛനും അമ്മയും നിർബന്ധിച്ച് പറയുകയുണ്ടായിരുന്നു, നിനക്ക് അഭിനയത്തോട് അത്രയധികം ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾക്കും അത് ഇഷ്ടമാണ്, എന്നാൽ വിദ്യാഭ്യാസവും കൂടെ വേണമെന്നായിരുന്നു മാതാപിതാക്കളുടെ മറുപടി. വിദ്യാഭ്യാസം നേടിയതിനു ശേഷം മാത്രമേ നീ അഭിനയ രംഗത്തേക്ക് കടക്കാവൂ, അത് ഞങ്ങൾ മാതാപിതാക്കൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഇതായിരുന്നു അനുഷയുടെ അച്ഛനും അമ്മയും അനുഷയ്ക്ക് നൽകിയ ഉപദേശം. അത് അങ്ങനെ തന്നെ അനുസരിക്കുകയായിരുന്നു നടി. നന്നായി പഠിച്ച് വിദ്യാഭ്യാസം നേടിയതിനു ശേഷമാണ് നടി മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരുന്നത്, പിന്നീട് അഭിനയ രംഗത്തേക്കും എത്തുന്നത്. തൻ്റെ സ്കൂൾ പഠനത്തിനോടൊപ്പം തന്നെ ഡാൻസും ഒന്നിച്ചു കൊണ്ടുപോകുകയായിരുന്നു അനുഷ. പിന്നീട് താരം ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ശേഷം ബാംഗ്ലൂരിലെ ബിസിനസ് കോളേജിൽ അഡ്മിഷൻ നേടി. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അനുഷ അഭിനയ രംഗത്തേക്ക് വരുന്നത്. ബിസിനസ് മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് നേടിയ അനുഷ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ പഠനം പൂർത്തിയാക്കി. പിന്നീട് മോഡലിംഗിലേക്ക് വന്നു. പത്രമാറ്റിൽ നവ്യ എന്ന സഹനടിയായി അഭിനയിക്കാനുള്ള അവസരം താരത്തിന് ലഭിച്ചു. താരത്തിൻ്റെ ആദ്യ സീരിയൽ കൂടിയാണ് പത്രമാറ്റ്. അച്ഛനും അമ്മയും ജ്യേഷ്ഠനും അടങ്ങുന്ന കുടുംബമാണ് അനുഷയുടേത്. കോഴിക്കോട് സ്വദേശിയാണ് അനുഷ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ചേട്ടൻ അനീഷിൻ്റെ വിവാഹം കഴിഞ്ഞത്. ഇപ്പോൾ 27 വയസ്സാണ് അനുഷയുടെ പ്രായം. വീട്ടുകാരുടെ ആഗ്രഹവും അനുഷ നടത്തിക്കൊടുത്തു. അനുഷയുടെ ആഗ്രഹവും വീട്ടുകാരും സപ്പോർട്ട് ചെയ്തു. ഇനിയും നല്ല അവസരങ്ങളൊക്കെ അനുഷയ്ക്ക് ലഭിക്കട്ടെ. പത്രമാറ്റിലെ നവ്യയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.